ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ KTU ബിടെക് കെമിസ്ട്രി 2024 സ്കീമിന്റെ സപ്ലി സ്പെഷ്യൽ ടോപ്പിക്കാണ് മൊഡ്യൂൾ 2 നാനോ ടെക്നോളജി ആൻഡ് പോളിമേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ഡയമെൻഷൻ അനുസരിച്ച് നാനോ മെറ്റീരിയൽസിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്, 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ ആൻഡ് 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. അപ്പോൾ 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എല്ലാ ഡയമെൻഷൻസും നാനോ സ്കെയിലിലായിരിക്കും. ഇവിടെ XYZ ഇങ്ങനെ 3 ഡയമെൻഷൻസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ്. ഓക്കെ, ഒരു നാനോ പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ലെങ്ത് ഉണ്ടാവും, അതിന്റെ ബ്രെഡ്ത്ത് ഉണ്ടാവും, തിക്നെസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 3 ഡയമെൻഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ 3 ഡയമെൻഷൻസിൽ എത്ര എണ്ണം നാനോ സ്കെയിലിനുള്ളിൽ വരുന്നു എന്നുള്ളതാണ് ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനറലി നമ്മൾ 1 to 100 നാനോമീറ്ററിന് ഇടയിലുള്ള പാർട്ടിക്കിൾസിനെയാണ് നാനോ മെറ്റീരിയൽസ് എന്ന ആ ഒരു റേഞ്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന നാനോ മെറ്റീരിയലിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് അതിൽ ഏതൊക്കെ നാനോമീറ്റർ റേഞ്ചിൽ വരുന്നുണ്ടോ എന്ന അനുസരിച്ചാണ് നമ്മൾ ഇവയെ ഡയമെൻഷൻ അനുസരിച്ച് നാനോ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഡയമെൻഷൻസും നാനോ സ്കെയിലിലായിരിക്കും. ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് എല്ലാം 1 to 100 നാനോമീറ്ററിന് ഇടയിലുള്ള മെറ്റീരിയൽസ് ആണ് 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ഈ ഡയമെൻഷൻസ് എത്ര എണ്ണം പുറത്തുണ്ട് എന്നതാണ് ഈ ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് 3 ഡയമെൻഷനിലാണ്, ഒന്നും ഡയമെൻഷന് പുറത്തില്ല, അതുകൊണ്ട് അത് 0 ഡയമെൻഷനൽ ആണ്. നാനോ സ്ഫിയേഴ്സ്, നാനോ ക്ലസ്റ്റേഴ്സ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. അടുത്തത് 1 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ഡയമെൻഷനൽ നാനോ റേഞ്ചിന് പുറത്തായിരിക്കും. ഓക്കെ, 2 ഡയമെൻഷൻസ് നാനോയ്ക്ക് ഉള്ളിലായിരിക്കും, ഒരെണ്ണം മാത്രം നാനോയ്ക്ക് പുറത്തായിരിക്കും. ഓക്കെ, നീഡിൽ ഷേപ്ഡ് നാനോ മെറ്റീരിയൽസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. 2 എണ്ണം നാനോയ്ക്ക് അകത്ത്, ഒരെണ്ണം നാനോ റേഞ്ചിന് പുറത്ത്. നാനോ റേഞ്ച് എന്ന് പറയുന്നത് 1 to 100 നാനോമീറ്റർ ആണ്. ഇപ്പൊ നീഡിൽ ഷേപ്ഡ് നാനോ മെറ്റീരിയൽസ്, നാനോ ഫൈബേഴ്സ്, നാനോ ട്യൂബ്സ്, നാനോ റോഡുകളൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾസ് കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചിരിക്കാം. 2 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 2 ഡയമെൻഷൻസ് നാനോയ്ക്ക് പുറത്തായിരിക്കും, ഒരെണ്ണം മാത്രമേ നാനോ റേഞ്ചിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, പ്ലേറ്റ് ലൈക്ക് ഷേപ്പ് ആയിരിക്കും ഇതിനുള്ളത്. നാനോ ഫിലിമുകൾ, നാനോ ലെയറുകളൊക്കെയാണ് 2 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസിന് എക്സാമ്പിൾ. അടുത്തത് 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. ആകെ 3 ഡയമെൻഷനേ ഉള്ളൂ. അപ്പൊ 3 ഡയമെൻഷനൽ എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷനും നാനോയ്ക്ക് പുറത്തായിരിക്കും. എങ്കിലും നമ്മൾ അവയെ നാനോ മെറ്റീരിയൽസിലാണ് പെടുത്തിയിരിക്കുന്നത്. കാരണം എന്താണ്? അവയിലുള്ള ഓരോരോ പാർട്ടിക്കിൾസ് നോക്കുമ്പോൾ അത് നാനോയ്ക്ക് ഉള്ളിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ബണ്ടിൽ ഓഫ് നാനോ പാർട്ടിക്കിൾസ്, ഡിസ്പേഴ്സൺ ഓഫ് നാനോ പാർട്ടിക്കിൾസ്, ബണ്ടിൽ ഓഫ് നാനോ വയേഴ്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. നാനോ വയറുകളുടെ ഒരു വലിയ ബണ്ടില്, അതിനകത്തുള്ള നാനോ വയറുകൾ നാനോയുടെ അകത്താണ്, നാനോ റേഞ്ചിനകത്താണ്. പക്ഷെ അവയുടെ ഒരു കൂട്ടം എടുക്കുമ്പോൾ അതിലൊന്നും നാനോയ്ക്ക് അകത്തില്ല. ഓക്കെ, അപ്പോൾ ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് ഇത് 3ഉം നാനോ റേഞ്ചിന് പുറത്തുള്ളതാണ് 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. എക്സാമ്പിൾ ഡിസ്പേഴ്സൺ ഓഫ് നാനോ പാർട്ടിക്കിൾസ്, ബണ്ടിൽസ് ഓഫ് നാനോ വയേഴ്സ് ഒക്കെയാണ് എക്സാമ്പിൾ. അപ്പോൾ 0 ഡയമെൻഷണൽ, 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ ആൻഡ് 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ, മേക്ക് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് നാനോ പാർട്ടിക്കിൾസിനെ ക്ലാസിഫൈ ചെയ്യാം. കാർബൺ ബേസ്ഡ് മെറ്റീരിയൽസ്, മെറ്റൽ ബേസ്ഡ്, ഡെൻഡ്രിമേഴ്സ്, കോമ്പോസിറ്റ്സ്. ഇപ്പൊ കാർബൺ ബേസ്ഡ് എന്ന് പറയുമ്പോൾ അതിൽ എന്തായാലും കാർബൺ ഉണ്ടായിരിക്കും, അല്ലെ? ഫുള്ളറീൻസ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഹോളോസ്ഫിയേഴ്സ്, എലിപ്സോയിഡ്സ്, ട്യൂബ്സ് ഒക്കെ കാർബൺ ബേസ്ഡ് ആയിട്ട് ഫോം ചെയ്യുന്നവയാണ് കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ്. ഇനി മെറ്റൽ ബേസ്ഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അതിലുള്ളത് മെറ്റൽസ് ആയിരിക്കും, അതായത് ഗോൾഡിന്റെയോ ടൈറ്റാനിയത്തിന്റെയോ നാനോ സിൽവർ, നാനോ ഗോൾഡ്, നാനോ മെറ്റീരിയൽസ് ഒക്കെയാണ് ഈ ഒരു മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽസിലുള്ളത്. അടുത്തത് ഡെൻഡ്രിമേഴ്സ്. ഡെൻഡ്രിമേഴ്സ് എന്ന് പറയുന്നത് ബ്രാഞ്ചസ് ഓഫ് മോളിക്യൂൾസ് ആണ്. ട്രീ പോലെ എന്നർത്ഥം വരുന്ന ഒരു വാക്കിൽ നിന്നാണ് ഡെൻഡ്രിമേഴ്സ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ നാനോ സൈസ്ഡ് പോളിമേഴ്സ്, ബ്രാഞ്ച്ഡ് യൂണിറ്റിൽ നിന്നുണ്ടായിരിക്കുന്ന നാനോ സൈസ്ഡ് പോളിമേഴ്സ് ആണ് ഇവയ്ക്ക് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് കോമ്പോസിറ്റ്സ്. കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത് നാനോ പാർട്ടിക്കിൾസ് അതർ നാനോ പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ ലാർജർ ബൾക്ക് ടൈപ്പ് മെറ്റീരിയലോ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കോമ്പോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെക്കാനിക്കൽ, തെർമൽ, ഫ്ലെയിം റിട്ടാർഡന്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നാനോ പാർട്ടിക്കിൾസിലേക്ക് മറ്റ് മെറ്റീരിയൽസ് കൂടി ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ മെറ്റീരിയൽ ബേസ്ഡ് ആയിട്ട് നാനോ മെറ്റീരിയൽസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 4 ആയിട്ട്. മറ്റേതുപോലെ തന്നെയാണ് 4 ക്ലാസിഫിക്കേഷൻ ആണ്: കാർബൺ ബേസ്ഡ്, മെറ്റൽ ബേസ്ഡ്, ഡെൻഡ്രിമേഴ്സ് ആൻഡ് കോമ്പോസിറ്റ്സ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ്. അടുത്തത് സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. നാനോ പാർട്ടിക്കിൾസിനെ എങ്ങനെ സിന്തസൈസ് ചെയ്യാം? 2 ടൈപ്പ് മെത്തേഡ്സ് ആണുള്ളത്: ടോപ്പ് ഡൗൺ മെത്തേഡും ബോട്ടം അപ്പ് മെത്തേഡും. ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുകളിൽ നിന്ന് താഴേക്കാണ്, അല്ലെ? ഒരു വലിയ പാർട്ടിക്കിൾ എടുത്തിട്ട് അതിനെ ഡിസ്ട്രക്ട് ചെയ്ത് ചെറിയ ചെറിയ നാനോ പാർട്ടിക്കിൾസ് ആക്കുന്നതാണ് ടോപ്പ് ഡൗൺ മെത്തേഡ്. അപ്പോൾ ബോട്ടം അപ്പ് എങ്ങനെയായിരിക്കും? ചെറിയ പാർട്ടിക്കിൾസ് കൂടി ചേർന്ന് വലിയ പാർട്ടിക്കിൾ ഉണ്ടാവുന്നതാണ് ബോട്ടം അപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് സ്പെഷ്യലായിട്ട് ടോപ്പിക്ക്
പ്രത്യേകം പറഞ്ഞ് പഠിക്കാനുള്ളത് സോൾ ജെൽ മെത്തേഡും റിഡക്ഷനുമാണ്. ഓക്കെ, സോൾ ജെൽ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഫേസ് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡാണ്. ഓക്കെ, അലുമിനിയത്തിന്റെ നാനോ പാർട്ടിക്കിൾസ് ഒക്കെയാണ് ഈ രീതിയിൽ സോൾ ജെൽ മെത്തേഡ് വഴി പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. സോൾ ഉണ്ട്, ജെല്ലുണ്ട്. സോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നാനോ പാർട്ടിക്കിൾസ് ഒരു ലിക്വിഡിൽ, അല്ലെങ്കിൽ സോൾ എന്ന് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് സോളിഡ് ലിക്വിഡിൽ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ജെൽ എന്തായിരിക്കും? ലിക്വിഡ് സോളിഡിൽ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് സോളും ജെല്ലും. അപ്പൊ സോൾ എന്ന് പറയുമ്പോൾ സോളിഡ് ലിക്വിഡിൽ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നു, ജെൽ എന്ന് പറയുമ്പോൾ ലിക്വിഡ് സോളിഡിൽ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നു. ഈ സോൾ ജെൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ സോൾ ജെൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സോൾ ജെൽ മെത്തേഡിൽ ഉള്ള സ്റ്റെപ്പുകൾ, ഒന്ന് പ്രിക്കസർ സെലക്ഷൻ ആണ്. അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു പ്രിക്കസർ എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റാർട്ടിംഗ് റിയേജന്റ് സബ്സ്റ്റൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ ആ ഒരു നമ്മൾ സെലക്ട് ചെയ്ത പ്രിക്കസർ ഒരു സ്യൂട്ടബിൾ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നു. ദെൻ നമ്മളൊരു കീലേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യുന്നു. ദെൻ സോൾ ഫോർമേഷൻ നടക്കുന്നു. ദെൻ ജെൽ ഫോർമേഷൻ നടക്കുന്നു. ഡ്രൈ ചെയ്യുന്നു. വീണ്ടും കാൽസിനേഷൻ 500 ഡിഗ്രി സെൽഷ്യസ് എബോവ് ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ? ഡിസോൾവ് പ്രിക്കസർ. ആദ്യം പ്രിക്കസർ സെലക്ട് ചെയ്യുന്നു. പ്രിക്കസർ ഒരു സോൾവെന്റ്, വാട്ടറോ ആൽക്കഹോളോ പോലുള്ള ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നു. ദെൻ അതിന് ഹൈഡ്രോളിസിസ് നടത്തുന്നു, വാട്ടർ ആഡ് ചെയ്യുന്നു. ദെൻ അവിടെ ന്യൂക്ലിയേഷൻ ആൻഡ് ഗ്രോത്ത് നടക്കുന്നു. ദെൻ ജെല്ലിംഗ് ഏജന്റ് ആഡ് ചെയ്ത് നമ്മുടെ സോളിനെ ജെല്ലാക്കി മാറ്റുന്നു. ദെൻ അതിനെ ഡ്രൈ ചെയ്ത് ഡെൻസിഫൈ ചെയ്ത് സോൾ ജെൽ, ഫൈനൽ സോൾ ജെൽ ഫോമിലേക്ക് ആക്കുന്നു. ദെൻ കാൽസിനേഷൻ നടത്തി, ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് കാൽസിനേഷൻ നടത്തി ഡ്രൈഡ് ജെല്ല് പൗഡർ ചെയ്ത് നമ്മൾ കാൽസിൻ ചെയ്താണ് നമ്മുടെ ഫൈനലി സോൾ ജെൽ ഫോർമേഷനിൽ, അല്ലെങ്കിൽ സോൾ ജെൽ മെത്തേഡ് വഴിയുള്ള നാനോ പാർട്ടിക്കിൾസിന്റെ പ്രിപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, ആദ്യം സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നു, സോള് ഫോം ചെയ്യുന്നു, ദെൻ ജെല്ല് ഫോം ചെയ്യുന്നു, അതിനെ ഡ്രൈ ചെയ്യുന്നു, വീണ്ടും കാൽസിനേഷൻ നടത്തുന്നു. ഫൈനലി നമുക്ക് നമ്മുടെ സോൾ ജെൽ മെത്തേഡ് വഴിയുള്ള നാനോ പാർട്ടിക്കിൾ കിട്ടുന്നു. ഇതാണ് സോൾ ജെൽ മെത്തേഡ്. ഇതിന്റെ ആ ഒരു സ്റ്റെപ്പുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? പ്രിക്കസർ ഡിസോൾവ് ചെയ്യുക, ഹൈഡ്രോളിസിസ് നടത്തുക, സോള് ഫോം ചെയ്യുന്നു, ജെല്ല് ഫോം ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു, കാൽസിനേഷൻ നടത്തുന്നു. ഫിഗറിൽ ഇങ്ങനെ എഴുതി ഒന്ന് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത മെത്തേഡാണ് റിഡക്ഷൻ മെത്തേഡ്. നാനോ പാർട്ടിക്കിൾ പ്രിപ്പറേഷന്റെ സെക്കൻഡ് മെത്തേഡാണ് റിഡക്ഷൻ. ഒരു മെറ്റൽ കണ്ടെയ്നിങ് സോൾട്ട് ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിട്ട് അതിനെ റെഡ്യൂസ് ചെയ്ത് നമ്മൾ നാനോ പാർട്ടിക്കിളാക്കി മാറ്റുന്ന മെത്തേഡാണ് റിഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ബോട്ടം അപ്പ് മെത്തേഡാണ്. അതായത് ചെറിയ പാർട്ടിക്കിളിൽ നിന്ന് വലിയ പാർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നു. അപ്പൊ ആദ്യം മെറ്റൽ കണ്ടെയ്നിങ് സോൾട്ട് ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുക, അതിനെ നമ്മൾ പ്രിക്കസർ എന്ന് പറയും. ദെൻ റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്യുക. ദെൻ മെറ്റൽ സോൾട്ട് മെറ്റൽ ആറ്റമായിട്ട് മാറുന്നു. ദെൻ അതിനെ ഡിഫ്യൂസ് ചെയ്ത് നമ്മൾ ക്ലസ്റ്റർ ചെയ്ത് ഫൈനലി നമുക്ക് നമ്മുടെ നാനോ പാർട്ടിക്കിൾ കിട്ടുന്നു. ഓക്കെ, ദെൻ ആ ഒരു ന്യൂക്ലിയസ് ഗ്രോ ചെയ്ത് ഒരുമിച്ച് വന്ന് നാനോ പാർട്ടിക്കിൾ ആയിട്ട് ഫോം ചെയ്യുന്നു. അപ്പൊ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മളിപ്പോൾ സിൽവർ നാനോ പാർട്ടിക്കിൾ ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ സിൽവറിന്റെ ഒരു മെറ്റൽ സോൾട്ട് എടുക്കുന്നു. ദെൻ അതിനകത്തേക്ക് റിഡക്ഷന് വേണ്ടി ഒരു റെഡ്യൂസിങ് ഏജന്റ് വേണമല്ലോ, റെഡ്യൂസിങ് ഏജന്റിനെ ആഡ് ചെയ്യുന്നു. ദെൻ നമുക്ക് റിയാക്ഷനുള്ള സമയം കൊടുത്തു കഴിയുമ്പോൾ അത് പതിയെ ചെറിയ ന്യൂക്ലിയസുകൾ ഫോം ചെയ്യുന്നു. ആ ന്യൂക്ലിയസുകൾ ഒരുമിച്ച് ക്ലസ്റ്റർ ആയിട്ട് നാനോ പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നു. ഇതാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നാനോ പാർട്ടിക്കിൾ പ്രിപ്പറേഷന്റെ രണ്ട് സ്റ്റെപ്പുകൾ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ പാർട്ടിക്കിൾസ് നമ്മൾ കണ്ടു, അതുപോലെ സിന്തസിസ് ഓഫ് നാനോ പാർട്ടിക്കിൾസ് നമ്മൾ കണ്ടു. ദെൻ അടുത്തത് ഗ്രാഫീൻ, ഫുള്ളറിൻ അതുപോലുള്ള കാർബണിന്റെ അലോട്രോപ്പുകളാണ്. ഓക്കെ, ഗ്രാഫിൻ എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ഓഫ് കാർബൺ ആണ്. 2 ഡയമെൻഷണൽ അറ്റോമിക് സ്കെയിൽ ഹെക്സഗണൽ പാറ്റേൺ ആണ് ഇതിനുള്ളത്. ദെൻ ബേസിക് സ്ട്രക്ചറൽ എലമെന്റ് ഓഫ് അതർ അലോട്രോപ്സ്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, നാനോ ട്യൂബ്, നാനോ കോൺസ് എല്ലാത്തിന്റെയും ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഗ്രാഫീൻ ആണ്. ഇതാണ് ഗ്രാഫീന്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, ഇനി ഗ്രാഫീന്റെ യൂസസ് ട്രാൻസ്പെരന്റ് ആണ്, സ്റ്റീലിനേക്കാൾ 200 തവണ കൂടുതൽ സ്ട്രോങ്ങർ ആണ്. ഓക്കെ, ദെൻ ഹീറ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു, പ്രസൻസ് ഓഫ് പി ഇലക്ട്രോൺസ് ഇതിലുണ്ട്. സെമി കണ്ടക്ടേഴ്സിൽ ഗ്രാഫീൻ യൂസ് ചെയ്യാറുണ്ട്, ബാറ്ററി, ഇലക്ട്രോണിക്സ്, കോമ്പോസിറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ ഗ്രാഫീൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഗ്രാഫീൻ, ഫുള്ളറിൻ, കാർബൺ നാനോ ട്യൂബ്, കാർബൺ ക്വാണ്ടം ഡോട്ട്സ്, ഇതിലേതെങ്കിലും ഒരെണ്ണം മസ്റ്റ് ആയിട്ടും ഇതിന്റെ യൂസസോ അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറോ ഏതെങ്കിലും ഒന്ന് മസ്റ്റ് ആയിട്ട് ചോദിക്കും. കഴിഞ്ഞ തവണ കാർബൺ നാനോ ട്യൂബ്സ് ആയിരുന്നു ചോദിച്ചിരുന്നത്, ഇത്തവണ അത് ഗ്രാഫീനോ ഫുള്ളറിനോ ഏത് വേണമെങ്കിലും ആവാം. സോ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കാം. ഇതെല്ലാം കാർബണിന്റെ അലോട്രോപ്പുകളാണ്, ഡിഫറെന്റ് അലോട്രോപ്പുകൾ, പല രൂപത്തിലുള്ള കാർബണിന്റെ തന്നെ രൂപാന്തരങ്ങളാണ് ഈ ഗ്രാഫീന്, ഫുള്ളറിനൊക്കെ. അപ്പൊ ഗ്രാഫീന്റെ യൂസസ് ഏറ്റവും കൂടുതൽ അത് വളരെ സ്ട്രെങ്ത് ഉള്ളതാണ്, അതുപോലെ തന്നെ ഹീറ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സിൽ, കോമ്പോസിറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഫുള്ളറിൻ, ഒരു ഫുട്ബോൾ പോലെയുള്ള സ്ട്രക്ചറാണ് നമ്മുടെ ഫുള്ളറിനുള്ളത്.
പ്യുവർ കാർബൺ ആണ്, മോളിക്കുലർ ഫോം ഓഫ് വെരി പ്യുവർ കാർബൺ ആണ് ഫുള്ളറീൻ എന്ന് പറയുന്നത്. കേജ് ലൈക്ക് സ്ട്രക്ചർ ഓഫ് കാർബൺ ആറ്റംസ് ആണുള്ളത്. മോസ്റ്റ് അബണ്ടന്റ് ഫുള്ളറീൻ എന്ന് പറയുന്നത് ബക്ക് മിനിസ്റ്റർ ഫുള്ളറീൻ ആണ്. ഒരു സ്പെറിക്കൽ സ്ട്രക്ചർ ഓഫ് 60 കാർബൺ ആറ്റംസ് ആണ്. ഫുള്ളറീനിൽ 12 5 മെമ്പേർഡ് റിംഗ്സും ഉണ്ട്, 20 6 മെമ്പേർഡ് റിംഗ്സും ഉണ്ട്. ഒരു പെർഫെക്റ്റ് ഇക്കോസാഹെഡ്രൽ ജോമെട്രിയാണ് അതിനുള്ളത്. ഓക്കെ, ഒരു സോക്കർ ഫുട്ബോളിന്റെ ഒരു ജോമെട്രിക്ക് സിമിലർ ആയിരിക്കും ഇത്, അതുകൊണ്ട് അതൊരു ഫുട്ബോൾ പോലെ ഇരിക്കുന്നത്. ഇനി യൂസസ്, ഫുള്ളറീൻസും ഡെറിവേറ്റീവ്സിനും പൊട്ടൻഷ്യൽ ആന്റിവൈറൽ ആക്ടിവിറ്റി ഉണ്ട്. HIV ഇൻഫെക്ഷൻ ഒക്കെ എതിരായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മെഡിക്കൽ ആപ്ലിക്കേഷനിലാണ് മെയിൻ ആയിട്ട്. ആന്റിബയോട്ടിക്സ് ടാർഗറ്റിനൊക്കെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫുള്ളറീൻസ് യൂസ് ചെയ്യാൻ പറ്റും. ബയോളജിക്കൽ ആന്റി ഓക്സിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഫോട്ടോ സെൻസിറ്റൈസേഴ്സ്, ഫോട്ടോ ഡൈനാമിക് തെറാപ്പിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം മെയിൻ ആയിട്ടും ഇത് മെഡിക്കൽ ഫീൽഡിലാണ് നമ്മുടെ ഫുള്ളറീൻ ഉപയോഗിക്കുന്നത്. ഗ്രാഫീൻ നമ്മൾ പറഞ്ഞു എല്ലാത്തിൻ്റെയും ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ്, കട്ടി കൂടുതലുണ്ട്, അതുപോലെ ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. ഫുള്ളറീൻ പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഫുള്ളറീൻ മെഡിക്കൽ ഫീൽഡിലാണ്, ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറിയിൽ ആന്റിവൈറൽ ആക്ടിവിറ്റി ഒക്കെ ഉള്ള അതിലാണ് ഫുള്ളറീൻ യൂസ് ചെയ്യുന്നത്. അടുത്തത് നാനോ ട്യൂബ്സ്. കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത് 1991 കണ്ടുപിടിച്ചിട്ടുള്ളത്. കാർബൺ ഒരു ഡയമീറ്റർ റേഞ്ച് 1 നാനോമീറ്റർ തൊട്ട് 50 നാനോമീറ്റർ വരെ ഡയമീറ്റർ ഉള്ള നാനോ ട്യൂബുകളാണ്, കാർബണിന്റെ നാനോ ട്യൂബുകളാണ് കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത്. ദേ ആർ സിലിണ്ടേഴ്സ് ഓഫ് 1 or more ലെയേഴ്സ് ഓഫ് ഗ്രാഫീൻ. ഗ്രാഫീൻ സിലിണ്ടറിന്റെ ഒന്നോ അതിൽ കൂടുതലോ ലെയറുകളാണ്. ഒരു കോമ്പിനേഷൻ ഓഫ് സ്റ്റിഫ്നെസ്, സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, തെർമൽ കണ്ടക്റ്റീവ് ആണ്, ഇലക്ട്രിക്കൽ കണ്ടക്റ്റീവ് ആണ് കാർബൺ നാനോ ട്യൂബ്സ്. കാർബൺ നാനോ ട്യൂബ്സ് 2 തരമുണ്ട്. സിംഗിൾ വോൾ നാനോ ട്യൂബ്സ് ഉണ്ട്, മൾട്ടി വോൾ നാനോ ട്യൂബ്സ് ഉണ്ട്. സിംഗിൾ വോൾ എന്ന് പറയുമ്പോൾ ഒറ്റ വോൾ, മൾട്ടി വോൾ എന്ന് പറയുമ്പോൾ പല സിംഗിൾ വോളുകൾ കൂടി ചേർന്നുണ്ടായിരിക്കുന്നതാണ് മൾട്ടി വോൾ നാനോ ട്യൂബ്സ്. ഇതുപോലെ ഇതാണ് കാർബൺ നാനോ ട്യൂബ്സ്. ഡയമീറ്റർ 1 നാനോമീറ്ററിനും 50 നാനോമീറ്ററിനും ഇടയിലായിരിക്കും. തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. ആപ്ലിക്കേഷൻസ് ആണ് കഴിഞ്ഞ തവണ ചോദിച്ചത്. ഇന്ഡിയം ടിൻ ഓക്സൈഡ്, സോളാർ സെല്ലുകളിൽ ഫോട്ടോ കറണ്ട്, നമ്മൾ സൂര്യപ്രകാശത്തിൽ നിന്ന് കറണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഇന്ഡിയം ടിൻ ഓക്സൈഡിനെ ഒക്കെ റീപ്ലേസ് ചെയ്യാൻ നമ്മുടെ കാർബൺ നാനോ ട്യൂബ്സിന് പറ്റും. ദെൻ ട്രാൻസിസ്റ്ററുകളിൽ, സോളാർ പാനലുകളിൽ, ലിഥിയം അയൺ ബാറ്ററികളിൽ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ലൗഡ് സ്പീക്കേഴ്സ് പ്രിപ്പറേഷന്, കോട്ടിംഗ് മെറ്റീരിയൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഗ്രാഫീന് വളരെ സ്ട്രെങ്ത് ഉള്ളതാണ്. ഇലക്ട്രോണിക്സിലൊക്കെയാണ് നമ്മുടെ ഗ്രാഫീൻ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫുള്ളറീന് മെഡിക്കൽ ആപ്ലിക്കേഷൻ ആണ്. കാർബൺ നാനോ ട്യൂബ്സ് സോളാർ സെല്ലുകളിൽ, അതുപോലെ ബാറ്ററി, ലിഥിയം അയൺ ബാറ്ററി, ട്രാൻസിസ്റ്റർ, സോളാർ പാനലുകളിലൊക്കെയാണ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. അടുത്തത് കാർബൺ ക്വാണ്ടം ഡോട്ട്സ്. കാർബൺ നാനോ ഡോട്ട്സ് എന്നറിയപ്പെടുന്നു. കാർബൺ നാനോ പാർട്ടിക്കിൾസ് തന്നെയാണ്. 10 നാനോമീറ്ററിനേക്കാളും കുറഞ്ഞ സൈസാണ് ഇവയ്ക്കുള്ളത്. ഓക്കെ, വളരെ ചെറിയ സ്ട്രക്ചറുള്ള കാർബൺ ഡോട്ട്സ് ആണ് കാർബൺ ക്വാണ്ടം ഡോട്ട്സ് എന്നറിയപ്പെടുന്നത്. കാർബൺ ആറ്റംസ് ആണ് സർഫസ് ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള കാർബോക്സിൽ അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകൾ നമ്മുടെ ഈ ഒരു കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കും. ഇവയാണ് കാർബൺ ക്വാണ്ടം ഡോട്ട്സ്. ഇപ്പോൾ കാർബൺ ക്വാണ്ടം ഡോട്ട്സ് സിന്തസൈസ് ചെയ്യാനും ടോപ്പ് ഡൗൺ മെത്തേഡ് ഉണ്ട്, ബോട്ടം അപ്പ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, ബോട്ടം അപ്പ് സിന്തസിസിലുള്ളത് കാർബോഹൈഡ്രേറ്റ്, സിട്രേറ്റ് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തി, ബോട്ടം അപ്പ് എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുത് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലൂറസെൻസ് ഉണ്ട്, ഫോട്ടോ ലൂമിനസെൻറ്റ് വിച്ച് ഇസ് കീ ക്യാരക്ടറിസ്റ്റിക് ഫോർ ആപ്ലിക്കേഷൻസ് ലൈക്ക് ബയോ ഇമേജിങ്, സെൻസിങ്ങിലൊക്കെ നമ്മുടെ കാർബൺ ക്വാണ്ടം ഡോട്ട്സ് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇവയ്ക്ക് ഫ്ലൂറസെൻസ് പ്രോപ്പർട്ടി ഉണ്ട്. ലൈറ്റ് എമിഷൻ ആഫ്റ്റർ എക്സൈറ്റേഷൻ, അതായത് ഇലക്ട്രോൺ അല്ലെങ്കിൽ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു, ദെൻ ലോവർ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് ഫ്ലൂറസെൻസ് എന്നറിയപ്പെടുന്നത്. അത് നമ്മുടെ കാർബൺ ക്വാണ്ടം ഡോട്ട്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ വാട്ടർ സോലുബിലിറ്റി, ദെൻ ബയോ കോമ്പാക്റ്റിബിലിറ്റി, ഈസി ആയിട്ട് സിന്തസൈസ് ചെയ്യാൻ പറ്റും. ട്യൂണബിൾ പ്രോപ്പർട്ടീസ് ആണ് ഇവയ്ക്കുള്ളത്. നോൺ ടോക്സിക് ആണ്, ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസിലും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കാർബൺ ക്വാണ്ടം ഡോട്ട്സും ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കാറുണ്ട്, ബയോ ഇമേജിങ്, സെൻസിങ്ങിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ബയോ ഇമേജിങ്, ബയോ സെൻസിങ്, ഡ്രഗ് ഡെലിവറി. ഫുള്ളറീൻ പോലെ തന്നെയാണ്, പക്ഷേ ഫുള്ളറീൻ മെയിനായിട്ട് ആന്റിവൈറൽ പ്രോപ്പർട്ടി, അതുപോലെ നമ്മുടെ ആന്റിബയോട്ടിക് അതുപോലുള്ള സാധനങ്ങളിലൊക്കെ എന്താണ് ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറിയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതും ഡ്രഗ് ഡെലിവറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബയോ ഇമേജിങ് ആൻഡ് ബയോ സെൻസിങ് കാർബൺ ക്വാണ്ടം ഡോട്ട്സിന്റെ ഒരു പ്രത്യേകതയാണ്. ദെൻ സോളാർ സെൽസ്, ഓപ്റ്റോ ഇലക്ട്രോണിക്സ്, എൻവയോൺമെന്റൽ റെമഡിയേഷൻ, കറ്റാലിസിസിലൊക്കെ കാർബൺ ക്വാണ്ടം ഡോട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് കാർബൺ അലോട്രോപ്പുകളുടെ മെയിൻ ആയിട്ടുള്ള ഏതൊക്കെയാണ്: ഗ്രാഫീന്, ഫുള്ളറീൻ, കാർബൺ നാനോ ട്യൂബ്സ് ആൻഡ് കാർബൺ ക്വാണ്ടം ഡോട്ട്സ്. ഇതിന്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ആപ്ലിക്കേഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 ഏതെങ്കിലും ഒന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് നാനോ പാർട്ടിക്കിൾസ് നമ്മൾ കണ്ടു. സോൾജൽ മെത്തേഡ് ഉണ്ട്, റിഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ
ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ഡയമെൻഷൻ ആൻഡ് ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ്. ഇത്രയാണ് നമ്മൾ കണ്ടത്. അടുത്തത് പോളിമേഴ്സ്. അപ്പോൾ പോളിമേഴ്സിലെ ഫസ്റ്റ് ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ്. ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ് എന്ന് പറയുന്നത് ഫ്ലെയിമബിൾ ആയിട്ടുള്ള പോളിമേഴ്സിലേക്ക് നമ്മൾ തീ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ ആഡ് ചെയ്ത് ലെസ് ലൈക്ലി ടു ക്യാച്ച് ഫയർ, അങ്ങനെയുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ്. ഓക്കെ, ഫ്ലെയിമബിൾ പോളിമേഴ്സിലേക്ക് നമ്മൾ തീ പിടിക്കാതിരിക്കാൻ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ അല്ലെങ്കിൽ പോളിമേഴ്സ് ആണ് ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. നൈട്രജൻ ബേസ്ഡ് പോളിമേഴ്സ്, സിലിക്കൺ പോളിമേഴ്സ്, നോവലോക്ക് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ടോപ്പിക്കാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ്. ഇനോർഗാനിക് അഡിറ്റീവ്സ് ആയിട്ടുള്ള അലുമിനിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം പോളിഫോസ്ഫേറ്റ്സ് ഒക്കെ പോളിമേഴ്സിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് ഫയർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹാലജനേറ്റഡ് പോളിമേഴ്സും ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ് ആണ്. അതായത് PVC, ഹാലജനേറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹാലജൻ ഉണ്ടായിരിക്കും. പോളിവിനൈൽ ക്ലോറൈഡ്, ക്ലോറിൻ ഉണ്ട് അവിടെ അല്ലേ, അല്ലെങ്കിൽ പോളിബ്രോമിനേറ്റഡ് സ്റ്റൈറീൻ ഒക്കെ ഹാലജൻ റാഡിക്കൽസ് കമ്പൈൻ ചെയ്ത് H and OH റാഡിക്കൽസുമായിട്ട് ചേർന്ന് സ്റ്റേബിൾ മോളിക്യൂൾസ് ഫോം ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇവര് എന്ത് സംഭവിക്കും? ഹാലജനേറ്റഡ് ഫയർ റിട്ടാർഡന്റ് പോളിമേഴ്സ് ആയിട്ടുള്ള PVC, പോളിബ്രോമിനേറ്റഡ് സ്റ്റൈറീൻ ഒക്കെ ഇത്തരത്തിൽ തീ പിടിക്കുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റു പോളിമേഴ്സിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന പോളിമേഴ്സ് ആണ്. ഓക്കെ, ഹാലജനേറ്റഡ് പോളിമേഴ്സ്. ഇനി ഹാലജൻസിൽ ബ്രോമിനാണ് കൂടുതൽ ആ ഒരു ഫയർ തടയാനുള്ള ആ ഒരു എഫക്റ്റ് കൂടുതൽ. ഇനി എക്സാമ്പിൾ ഏതൊക്കെയാണ്? പോളിവിനൈൽ ക്ലോറൈഡ്, പോളി ബ്രോമോ സ്റ്റൈറീന്, ബ്രോമിനേറ്റഡ് ബ്യൂട്ടിറൈൽ റബ്ബർ എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്തത് പോളി അനിലീൻ. സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. പോളി അനിലീൻ ഒരു കണ്ടക്ടിങ് പോളിമർ ആണ്. കണ്ടക്ടിങ് പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ് പോളി അനിലീന്, പോളി പൈറോൾ ഒക്കെ. അപ്പോൾ പോളി അനിലീൻ ഒരു കണ്ടക്ടിങ് പോളിമർ ആണ്. അനിലീൻ്റെ പോളി അനിലീൻ ആണ്. അപ്പോൾ അനിലീൻ്റെ പോളിമറൈസേഷൻ നടത്തുമ്പോഴാണ് പോളി അനിലീൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അനിലീൻ. ബെൻസീൻ റിംഗിൽ ഒരു NH2 കൊണ്ട് ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ നടത്തി കഴിയുമ്പോൾ ഈ രണ്ട് വശത്തുനിന്നും ഒരു ഹൈഡ്രജൻ പോകുന്നു, ഇവിടുന്ന് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു, അതിലേക്ക് അടുത്ത മോണോമർ വന്ന് കൂടിച്ചേരുന്നു, അങ്ങനെയാണ് നമുക്ക് പോളി അനിലീൻ കിട്ടുന്നത്. ഓക്കെ, പോളി അനിലീൻ്റെ കണ്ടക്ടിവിറ്റിക്ക് കാരണം കോഞ്ചുഗേറ്റഡ് സിസ്റ്റത്തിലൂടെയുള്ള ആ ഒരു ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ ആണ്. ഇലക്ട്രോൺസ് നൈട്രജനിലെ ഒരു ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഈ ഇലക്ട്രോൺസ് മൊത്തത്തിൽ ആ ഒരു സിസ്റ്റത്തിൽ കൂടി ട്രാൻസ്ഫർ ചെയ്യും, അങ്ങനെ അതിന് കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഇനി പോളി അനിലീൻ്റെ പ്രോപ്പർട്ടീസ് ഹൈലി ഫ്ലെക്സിബിൾ ആണ്, ഹൈ സ്ട്രെങ്ത് ഉണ്ട്, ലോ കോസ്റ്റ് മെറ്റീരിയൽ ആണ്, എയറിലും വാട്ടറിലും സ്റ്റേബിൾ ആണ്, എക്സലന്റ് ആന്റി കൊറോഷൻ പ്രോപ്പർട്ടി ഉണ്ട്. ആപ്ലിക്കേഷൻസ് LED യൂസ് ചെയ്യാറുണ്ട്, കളർ ചേഞ്ചസ് ഉള്ളതുകൊണ്ട്. അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഷീൽഡ് ആയിട്ട് IR അബ്സോർബ്ഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. റീചാർജബിൾ ബാറ്ററീസ്, കൊറോഷൻ റെസിസ്റ്റീവ് മെറ്റീരിയൽ ഒക്കെ പോളി അനിലീൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തത് പോളി പൈറോൾ. ഇതൊരു ഓർഗാനിക് പോളിമർ ആണ്, ഇതൊരു കണ്ടക്ടിങ് പോളിമർ ആണ്. കിട്ടുന്നത് പൈറോളിന്റെ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ വഴിയാണ്. ഓക്കെ, ഇതാണ് പൈറോൾ എന്ന് പറയുന്നത്. 5 കാർബൺ ആറ്റംസ്, ദെൻ 5th കാർബൺ ആറ്റത്തിൽ ഒരു NH വന്നാണ് നമുക്ക് പൈറോൾ കിട്ടുന്നത്. ആ പൈറോളിന്റെ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ നടത്തിയാണ് നമുക്ക് പോളി പൈറോൾ കിട്ടുന്നത്. ഈ ഒരു സ്ട്രക്ചർ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പോളി പൈറോളിന്റെ പ്രോപ്പർട്ടീസ് ഇലക്ട്രിക്കൽ, തെർമൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട് പോളി പൈറോളിനും. ഗുഡ് എൻവയോൺമെന്റൽ സ്റ്റെബിലിറ്റി, ഹയർ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ദെൻ പോളി പൈറോളിന്റെ ആപ്ലിക്കേഷൻസ് ബയോ സെൻസേഴ്സ്, ഇമ്മ്യൂണോ സെൻസേഴ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്. റീചാർജബിൾ ബാറ്ററീസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ടിഷ്യൂ എഞ്ചിനീയറിങ്, ദെൻ ഡിഫറെൻറ്റ് കളേഴ്സ് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കാണിക്കുന്നതുകൊണ്ട് ഇലക്ട്രോക്രോമിക് ഡിസ്പ്ലേകളിൽ പോളി പൈറോൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ റീചാർജബിൾ ബാറ്ററികളിൽ ഉപയോഗിക്കാറുണ്ട്, ടിഷ്യൂ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കാറുണ്ട്, ബയോ സെൻസേഴ്സ്, ഇമ്മ്യൂണോ സെൻസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സ് കാണിക്കുന്നതുകൊണ്ട് ഇലക്ട്രോക്രോമിക് ഡിസ്പ്ലേകളിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് പോളി അനിലീനും പോളി പൈറോളും. ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ അതിൻ്റെ സിന്തസിസോ സ്ട്രക്ചറോ ആപ്ലിക്കേഷൻസോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അടുത്തത് കണ്ടക്ടിങ് പോളിമേഴ്സ് ആണ്. പോളിമേഴ്സ് എന്ന് പറയുന്നത് പൊതുവെ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതിൽ എക്സെപ്ഷൻ ഉണ്ടായിരുന്നതാണ് നമ്മളിപ്പോൾ കണ്ട പോളി അനിലീനും പോളി പൈറോളും. അപ്പോൾ റീസെൻ്റ്ലി സിന്തസൈസ് ചെയ്തിരിക്കുന്ന ഓർഗാനിക് പോളിമേഴ്സ് എന്ന് പറയുന്നത് അവയ്ക്ക് ഈ ഒരു കണ്ടക്ടിങ് പ്രോപ്പർട്ടി ഉണ്ട്. അത്തരത്തിലുള്ള പോളിമേഴ്സിനെയാണ് നമ്മൾ കണ്ടക്ടിങ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പോളി അസെറ്റിലീൻ, പോളി അനിലീൻ, പോളി പൈറോൾ ഒക്കെ എങ്ങനെയാണ്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന പോളിമേഴ്സ് ആണ്, അതായത് കണ്ടക്ടിങ് പോളിമേഴ്സ് ആണ്. ഓക്കെ, ഇനി കണ്ടക്ടിവിറ്റി ബാൻഡ് ഗ്യാപ്പ് കുറയുന്നതിനനുസരിച്ചാണ് കുറയുന്നത്. നമുക്കറിയാം മെറ്റൽ, സെമി കണ്ടക്ടറും ഇൻസുലേറ്ററും വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡിന്റെയും ഫിഗർ വരയ്ക്കുമ്പോൾ മെറ്റലിന്റെ കേസിൽ ഈ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്താണ് ഇരിക്കുന്നത്. സെമി കണ്ടക്ടറിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ദെൻ ഇൻസുലേറ്ററിന്റെ കേസിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ വേണ്ടി മെറ്റലിൽ സാധിക്കും, സെമി കണ്ടക്ടറിൽ കുറച്ചൊരു പ്രശ്നമുള്ളൂ. പക്ഷേ
ഇൻസുലേറ്ററിൽ ഒരിക്കലും ഈ ഒരു മൂവ്മെന്റ് നടക്കില്ല. ഓക്കെ, അപ്പോൾ കണ്ടക്ടിങ് പോളിമേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന പോളിമേഴ്സ് ആണ്. പോളി അനിലിൻ, പോളിപൈറോൾ, പോളി അസറ്റിലിൻ ഒക്കെയാണ് എക്സാമ്പിൾ. കണ്ടക്ടിങ് പോളിമേഴ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സും എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സും. ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ് എന്ന് പറയുന്നത് കോഞ്ചുഗേഷൻ, പോളിമറിക് ബാക്ക് ബോണിൽ കോഞ്ചുഗേഷൻ ഉള്ള പോളിമേഴ്സിനെയാണ് ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ് പറയുന്നത്. അതായത് ഓൾട്ടർനേറ്റിംഗ് ഡബിൾ ബോണ്ടുകൾ ഉണ്ടായിരിക്കും ഈ ഒരു ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സിന്. ഇനി ഇൻട്രിൻസിക്കലി കണ്ടക്ടിംഗ് പോളിമേഴ്സ് തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കണ്ടക്ടിംഗ് പോളിമേഴ്സ് കണ്ടെയ്നിങ് കോഞ്ചുഗേറ്റഡ് പൈ ഇലക്ട്രോൺസ് ആൻഡ് ഡോപ്ഡ് കണ്ടക്ടിംഗ് പോളിമേഴ്സ്. അപ്പോൾ ഫസ്റ്റ് വൺ കണ്ടക്ടിംഗ് പോളിമേഴ്സ് കണ്ടെയ്നിങ് കോഞ്ചുഗേറ്റഡ് പൈ ഇലക്ട്രോൺസ്, അതായത് പൈ ഇലക്ട്രോൺസ് ഒന്നിടവിട്ട ബോണ്ടുകളിൽ പൈ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഉള്ള പോളിമേഴ്സ് ആണ് കണ്ടക്ടിംഗ് പോളിമേഴ്സ് കണ്ടെയ്നിങ് കോഞ്ചുഗേറ്റഡ് പൈ ഇലക്ട്രോൺസ്. ഓക്കെ, പോളി അസറ്റിലീൻ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇതാണ് അസറ്റിലീൻ, ദിസ് ഇസ് പോളി അസറ്റിലീൻ. ഇവിടെ ഒന്നിടവിട്ട പൊസിഷൻസിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, അതായത് ഇത് കോഞ്ചുഗേറ്റഡ് ആണ്. ഇത്തരത്തിലുള്ള പൈ ബോണ്ട്സ് ഉള്ള കേസിൽ എങ്ങനെയായിരിക്കും, ഇതിന് ഓൾറെഡി ഒരു കണ്ടക്ടിങ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഓക്കെ, മൂവിങ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ മൂവിങ് പൈ ഇലക്ട്രോൺസ് ഇതിലുള്ളത് കൊണ്ട് ഇതിന് കണ്ടക്ടിങ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. അതാണ് കണ്ടക്ടിങ് പോളിമേഴ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ഇൻട്രിൻസിക് കണ്ടക്ടിങ് പോളിമേഴ്സ്. അതിൽ കണ്ടക്ടിങ് പോളിമേഴ്സ് കണ്ടെയ്നിങ് കോഞ്ചുഗേറ്റഡ് പൈ ഇലക്ട്രോൺസ്. അടുത്തത് ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ് പറഞ്ഞാൽ തന്നെ കോഞ്ചുഗേറ്റഡ് പൈ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്കറിയാം. കോഞ്ചുഗേറ്റഡ് പൈ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് കണ്ടക്ടിവിറ്റി ഉള്ളതുകൊണ്ട് അത് കൂടാതെ ഡോപ്ഡ് കണ്ടക്ടിങ് പോളിമേഴ്സും ഉണ്ട്. അതായത് കോഞ്ചുഗേഷൻ ഉണ്ട്, അതിന്റെ കൂടെ നമ്മൾ അതിനെ ഡോപ്പ് കൂടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡോപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്, കണ്ടക്ടിവിറ്റി ഓഫ് ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിലൊരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആ ഒരു മോളിക്യൂളിൽ കൊടുക്കുകയാണ്. എങ്ങനെ കൊടുക്കുന്നത്, ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ പ്രോസസ്സ് വഴിയാണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടക്ടിംഗ് പോളിമേഴ്സ് ഒബ്റ്റൈൻഡ് ബൈ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡോപ്ഡ് കണ്ടക്ടിംഗ് പോളിമേഴ്സ്. രണ്ട് ടൈപ്പ് ഓഫ് ഡോപ്പിംഗ് ഉണ്ട്, പി ഡോപ്പിംഗ് ഉണ്ട്, എൻ ഡോപ്പിംഗ് ഉണ്ട്. ഓക്കെ, പി ഡോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. അതായത് നമ്മുടെ ഡബിൾ ബോണ്ടിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ അങ്ങ് റിമൂവ് ചെയ്യും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും, ഒരു പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു ഹോൾ ഉണ്ടാവും. ദെൻ ഈ ഒരു പോസിറ്റീവ് ചാർജിലേക്ക് അടുത്തുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് വരുന്നു. അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവുന്നു. ഇങ്ങനെ ഒരു മൂവിങ് പോസിറ്റീവ് ചാർജ് ഉണ്ടാവുന്നു. അതുവഴി ഇൻക്രീസ് ചെയ്യാണ് കണ്ടക്ടിവിറ്റി. ഇതാണ് പി ടൈപ്പ് കണ്ടക്ടേഴ്സ്. ഇനി എൻ ഡോപ്പിംഗ് വഴിയുള്ള കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ ഒരു നെഗറ്റീവ് ചാർജ് തന്നെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതായത് ലൂയിസ് ബേസുകളൊക്കെ ആയിട്ടുള്ള പ്രവർത്തനം വഴി ഇവിടെ എന്ത് സംഭവിക്കും, ഒരു ഇലക്ട്രോണ് എക്സ്ട്രാ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോണ് എക്സ്ട്രാ കൊടുക്കുന്നു, അടുത്ത സ്ഥലത്ത് നിന്ന് ഇലക്ട്രോണ് ഈ ഒരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ചാർജിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ ഒരു മൂവ്മെന്റ് കൊണ്ട് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് എൻ ഡോപ്ഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടക്ടിംഗ് പോളിമേഴ്സ് ആണ് ഇപ്പൊ പഠിക്കുന്നത്. കണ്ടക്ടിംഗ് പോളിമേഴ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്, ഇൻട്രിൻസിക്കലി കണ്ടക്ടിംഗ് പോളിമേഴ്സും ഉണ്ട്, എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിംഗ് പോളിമേഴ്സും ഉണ്ട്. അപ്പോൾ ഇൻട്രിൻസിക്കലി കണ്ടക്ടിംഗ് പോളിമേഴ്സ് പറയുന്നത് കോഞ്ചുഗേറ്റഡ് പൈ ബോണ്ടുകൾ അല്ലെങ്കിൽ ഡബിൾ ബോണ്ടുകൾ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കോഞ്ചുഗേറ്റഡ് പൈ ഇലക്ട്രോൺ സിസ്റ്റം ഉള്ള പോളിമേഴ്സ് ആണ് ഇൻട്രിൻസിക്കലി കണ്ടക്ടിംഗ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇൻട്രിൻസിക്കലി കണ്ടക്ടിംഗ് പോളിമേഴ്സിന്റെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നെങ്കിൽ കോഞ്ചുഗേറ്റഡ് പൈ ബോണ്ട് ഉള്ളത് കൊണ്ട് മാത്രം ഉള്ളതും, അടുത്തത് ഡോപ്ഡ് ആയിട്ടുള്ള കണ്ടക്ടിംഗ് പോളിമേഴ്സും. അതായത് ഓൾറെഡി പൈ ബോണ്ട് ഉണ്ട്, അത് കൂടാതെ അതിനെ ഈ ഒരു കണ്ടക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഡോപ്പ് ചെയ്തിരിക്കുകയാണ്. ഡോപ്പിംഗ് തന്നെ രണ്ട് രീതിയിൽ ചെയ്യാം, പി ഡോപ്പിങ്ങും എൻ ഡോപ്പിങ്ങും. പി ഡോപ്പിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ, പി പോസിറ്റീവ് ചാർജ് ആണ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഉള്ള ഒരു ഇലക്ട്രോണിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻ ഡോപ്പിംഗ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്, ഒരു നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ കൂടി അങ്ങോട്ട് ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇൻട്രിൻസിക്കലി സെമി കണ്ടക്ടറിന്റെ കേസ്. അടുത്തത് എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിംഗ് പോളിമേഴ്സ്. അപ്പോൾ കണ്ടക്ടിംഗ് പോളിമേഴ്സ് ഇവിടെ കണ്ടക്ടിവിറ്റിക്ക് കാരണം പ്രസൻസ് ഓഫ് എക്സ്റ്റേണലി ആഡഡ് ഇൻഗ്രീഡിയൻസ് ആണ്. ഇതും രണ്ട് തരമുണ്ട്. കണ്ടക്ടിംഗ് എലമെന്റ് ഫില്ല് ചെയ്തിട്ടുള്ള കണ്ടക്ടിംഗ് പോളിമേഴ്സ് ഉണ്ട്, ബ്ലെൻഡഡ് കണ്ടക്ടിംഗ് പോളിമേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ കണ്ടക്ടിംഗ് എലമെന്റ് ഫീൽഡ് കണ്ടക്ടിംഗ് പോളിമേഴ്സ്. അതായത് ഇവയിൽ കണ്ടക്ടിംഗ് എലമെന്റ്സ് ആയിട്ടുള്ള കാർബൺ ബ്ലാക്ക്, മെറ്റാലിക് ഫൈബേഴ്സ്, മെറ്റൽ ഓക്സൈഡ്സ് ഒക്കെ ഫില്ല് ചെയ്തിട്ടാണ് ഇവയുടെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പോളിമേഴ്സ് കണ്ടക്ടിംഗ് എലമെന്റ്സിനെ കണ്ടക്ടിംഗ് എലമെന്റ്സിനെ ടുഗദർ ഫില്ല് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആയിട്ടാണ് നമ്മുടെ പോളിമർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, കണ്ടക്ട് ചെയ്യുന്ന കാർബൺ ബ്ലാക്ക്, മെറ്റാലിക് ഫൈബർ ഒക്കെ നമ്മുടെ ഈ പോളിമറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫില്ല് ചെയ്ത് കണ്ടക്ടിവിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. അടുത്തത് ബ്ലെൻഡഡ് കണ്ടക്ടിംഗ് പോളിമേഴ്സ്. സോ ആക്ച്വൽ പോളിമറിലേക്ക് കണ്ടക്ടിംഗ് പോളിമേഴ്സിനെ കൂടി ആഡ് ചെയ്ത് ആ പോളിമറിക് കണ്ടക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ബ്ലെൻഡഡ് കണ്ടക്ടിംഗ്. അങ്ങനെ കിട്ടുന്നതാണ് ബ്ലെൻഡഡ് കണ്ടക്ടിംഗ് പോളിമേഴ്സ്. അപ്പോൾ കണ്ടക്ടിംഗ് പോളിമേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഇൻട്രിൻസിക്കലി കണ്ടക്ടിംഗ് ഉണ്ട്, എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിംഗ് ഉണ്ട്. ഇൻട്രിൻസിക്കലി കണ്ടക്ടിംഗ് എന്ന് പറയുമ്പോൾ കോഞ്ചുഗേറ്റഡ് പൈ ബോണ്ട്സ് ഉള്ളത് കൊണ്ട് കണ്ടക്ടിവിറ്റി ഉള്ളത്. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്,
പൈ ബോണ്ട് ഉള്ളത് കൊണ്ട് മാത്രം കണ്ടക്ടിവിറ്റി ഉള്ളതും ദെൻ എക്സ്റ്റേണലി നമ്മൾ ഡോപ്പ് ചെയ്ത് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തിരിക്കുന്നതും. ദെൻ എക്സ്ട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഏതെങ്കിലും സബ്സ്റ്റൻസ് പുറത്തുനിന്ന് ആഡ് ചെയ്ത് നമ്മൾ കണ്ടക്ടിവിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. രണ്ട് ടൈപ്പ് ഉണ്ട്. കണ്ടക്ടിങ് എലമെന്റ് ഫില്ല് ചെയ്തിരിക്കുന്നത് കൊണ്ട് ബ്ലെൻഡഡ് കണ്ടക്ടിങ് പോളിമേഴ്സും ഉണ്ട്. കണ്ടക്ടിങ് എലമെന്റ് എങ്ങനെ ഫില്ല് ചെയ്യുന്നത്? കണ്ടക്ടിങ് ആയിട്ടുള്ള കാർബൺ ബ്ലാക്കോ മെറ്റാലിക് ഫൈബർ ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് അതിനെ കണ്ടക്ടിങ് ആക്കി മാറ്റുന്നു. അല്ലെങ്കിൽ ബ്ലെൻഡഡ് കണ്ടക്ടിങ് പോളിമർ ഉണ്ട്. കണ്ടക്ടിങ് ആയിട്ടുള്ള പോളിമറും കണ്ടക്ടിങ് അല്ലാത്ത പോളിമറും തമ്മിൽ മിക്സ് ചെയ്ത കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാണ് ബ്ലെൻഡഡ് കണ്ടക്ടിങ് പോളിമേഴ്സ്. അടുത്തത് ഇലക്ട്രോ ലൂമിനിസെന്റ് പോളിമേഴ്സ് അല്ലെങ്കിൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് OLEDs. കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു OLEDs. ഇവ എന്താണ്? ഓർഗാനിക് പോളിമേഴ്സ് ആണ്. ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആണ്. അപ്പോൾ ഇവയ്ക്ക് കാഥോഡ് ഉണ്ട്, ആനോഡ് ഉണ്ട്, ഒരു ലൈറ്റ് എമിറ്റിംഗ് ലെയർ ഉണ്ട്. അപ്പോൾ സബ്സ്ട്രേറ്റ് ഉണ്ട്, ആനോഡ് ഉണ്ട്, ഹോൾ ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്. സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് OLEDനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് ആണ്. ദെൻ ആനോഡ് ഉണ്ട്. OLED കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്ത് ഹോളിനെ ആഡ് ചെയ്യുന്നത് ആനോഡിലാണ്. അതായത് ആനോഡിൽ ഹോൾ ആയിരിക്കും ഉള്ളത്. ദെൻ കാഥോഡിൽ അപ്പോൾ എന്തായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും ഉള്ളത്. ദെൻ ഹോൾ ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്. ഈ ആനോഡിൽ നിന്ന് ഹോൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ദെൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്. കാഥോഡിലുള്ള ഇലക്ട്രോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലെയറിലാണ്. ഇനി OLED എങ്ങനെയാണ് പ്രവർത്തിക്കുക? ഒരു വോൾട്ടേജ് നമ്മൾ OLEDക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കറണ്ട് ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം കാഥോഡ് ടു ആനോഡ്. കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു. ഈ കറണ്ട് ഫ്ലോ നടക്കുമ്പോൾ ഇലക്ട്രോണും ഹോളും കൂടി പരസ്പരം ചേർന്ന് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി ഒരു കോമ്പിനേഷൻ ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് ഉണ്ടാവുന്നു. ദെൻ അവിടെ ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? കാഥോഡിൽ ഇലക്ട്രോൺസ് ഉണ്ട്, ആനോഡിൽ ഹോൾസ് ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന് ലൈറ്റ് എമിറ്റിംഗ് ലെയറിൽ വെച്ച് കൂടി ചേർന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. ഇതാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് അല്ലെങ്കിൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻസ് TV, കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ ഒക്കെ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേകളിൽ ഉപയോഗിക്കുന്നു. അതുപോലെ ലോ എനർജി കൺസപ്ഷൻ ലൈറ്റിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ പ്രോപ്പർട്ടീസ് കളർ ട്യൂണിംഗ് ആണ്. വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ലൈറ്റ് എമിറ്റിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. TV സ്ക്രീനിൻ്റെ ഒക്കെ ഡിസ്പ്ലേകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. അതുപോലെ തന്നെയുള്ള മറ്റൊന്നാണ് ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ്. ഡൈ എന്ന് പറയുന്ന ഒരു കളർ സബ്സ്റ്റൻസ് ആണ് നമുക്കറിയാം അല്ലേ. സോളാർ സെല്ലുകൾ നമുക്കറിയാം സൺലൈറ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാണ് ഈ ഒരു ഫോട്ടോവോൾട്ടൈക് സെല്ലുകളിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡൈ കൂടി ആഡ് ചെയ്തിരിക്കുന്ന പുതിയൊരു ടെക്നോളജിയാണ് ഈ ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ് എന്ന് പറയുന്നത്. ഒരു ഫോട്ടോകെമിക്കൽ സെല്ലാണ്. സോളാർ എനർജി അബ്സോർബ്ഡ് ബൈ ഡൈ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് ഉണ്ട്, ട്രാൻസ്പെറന്റ് കണ്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ ഉണ്ട്, സെമി കണ്ടക്ടർ മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്. സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക് ആണ്. ദെൻ ട്രാൻസ്പെറന്റ് കണ്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ ഉണ്ട്. ഇൻഡിയം ടിൻ ഓക്സൈഡ് ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ സെമി കണ്ടക്ടർ മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾ ഉണ്ട്. സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുക. ദെൻ സർഫസ് ഓഫ് നാനോ മെറ്റീരിയൽസ് ഓർഗാനിക് അല്ലെങ്കിൽ ഇൻഓർഗാനിക് ഡൈ വെച്ചിട്ട് നമ്മൾ കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആ ഒരു ഡൈ മോളിക്യൂൾസ് ആണ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റുദീനിയം ബേസ്ഡ് കോംപ്ലക്സ് ഓർഗാനിക് ഡൈസ് നാച്ചുറൽ ഡൈസ് ഒക്കെ നമ്മൾ ഈ ഒരു ഡൈ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ റിഡോക്സ് കപ്പിൾ അയോഡൈഡ് സൊല്യൂഷൻ ഒക്കെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നു. ദെൻ കൗണ്ടർ ഇലക്ട്രോഡ്സ് ഉണ്ട്, പ്ലാറ്റിനം. ഓക്കെ, ദെൻ ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസിന്റെ വർക്കിംഗ് സൺലൈറ്റ് ആ ഒരു ട്രാൻസ്പെറന്റ് കണ്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ കൂടി കടന്നു പോകുന്നു. ദെൻ ആ ഒരു മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ദെൻ ആ ഒരു ഡൈ മോളിക്യൂളിലുള്ള ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡ് ഓഫ് സെമി കണ്ടക്ടറിലേക്ക് പോകുന്നു. ഈ ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടി ട്രാവൽ ചെയ്താണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡൈ മോളിക്യൂൾസിലുള്ള ഇലക്ട്രോൺസ് ഈ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ എക്സൈറ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഉണ്ടായിട്ടാണ് അവിടെ കറണ്ട് ഉണ്ടാവുന്നത്. ദെൻ ഓക്സിഡൈസ്ഡ് ഡൈ മോളിക്യൂൾസ് വീണ്ടും റെഡ്യൂസ്ഡ് ആവണം അല്ലേ, ഗെയിനിങ് ഇലക്ട്രോൺസ് ഫ്രം ഇലക്ട്രോലൈറ്റ് ആൻഡ് റിട്ടേൺ ബാക്ക് ടു ഒറിജിനൽ ഫോം. അപ്പോൾ എന്താ സംഭവിക്കുക? ഡൈ മോളിക്യൂൾസ് ഉണ്ട്, ഒരു ഫോട്ടോവോൾട്ടൈക് സെല്ല് തന്നെയാണ് ഇവിടെ ഉള്ളത്. ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ഡൈ മോളിക്യൂൾസിലുള്ള ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവുന്നു, ഇവയുടെ ട്രാവൽ വഴി ഒരു കറണ്ട് ഉണ്ടാവുന്നു. ദെൻ ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഓക്സിഡൈസ്ഡ് ഫോമിലായിട്ട് വീണ്ടും റെഡ്യൂസ്ഡ് ഫോമിലാവാൻ വേണ്ടി ഇലക്ട്രോൺസിനെ ആ ഒരു ഇലക്ട്രോലൈറ്റിൽ നിന്ന് കിട്ടുന്നു. വീണ്ടും ആ ഒരു ഡൈ ഒറിജിനൽ ഫോമിലേക്ക് തന്നെ ഡൈ മോളിക്യൂൾസ് മാറുന്നു. വീണ്ടും നമ്മുടെ ലൈറ്റ് പാസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ കറണ്ട് പാസ് ചെയ്യുന്നു. ഓക്കെ,
ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈ ഒരു ഫാബ്രിക്കേഷൻ പ്രോസസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് സിമ്പിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, വെഹിക്കിൾസിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിൾ ഇൻ ഷേപ്പ് ആൻഡ് സൈസ് ആണ്, വിൻഡോ ടെറസിലൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഫോട്ടോവോൾട്ടൈക് സെല്ല് തന്നെ അതിൽ കുറച്ച് ഡൈ സെൻസിറ്റൈസ്ഡ് ആണെന്നേ ഉള്ളൂ, അതായത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെക്നിക്ക് ആണെന്നേ ഉള്ളൂ. ഓക്കെ, പോർട്ടബിൾ സോളാർ ചാർജസ് ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ബാക്ക് പാക്കുകളിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും, കാരണം ചെറുതാണ്, നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്. അടുത്തത് സൂപ്പർ കപ്പാസിറ്റേഴ്സ്. സൂപ്പർ കപ്പാസിറ്റർ അല്ലെങ്കിൽ അൾട്രാ കപ്പാസിറ്ററോ ഡബിൾ ലെയർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എനർജി സ്റ്റോറേജ് ഡിവൈസ് ആണ്. സോളിഡ് സ്റ്റേറ്റ് കപ്പാസിറ്ററിനേക്കാൾ കൂടുതൽ ഹൈ കപ്പാസിറ്റി ഉണ്ട്. അതായത് ബാറ്ററികളിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തിയാണ് എനർജി സ്റ്റോറേജ് നടക്കുന്നത്. ഇവിടെ പക്ഷേ അങ്ങനെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്കലി ആണ്. ഇതാണ് സൂപ്പർ കപ്പാസിറ്റേഴ്സ്. ഓക്കെ, ഹൈ പവർ ഡെൻസിറ്റി ഉണ്ട്, ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമാണ്. ഓക്കെ, ഇവയിൽ ഇലക്ട്രോൺസ് ഉണ്ട്, കാർബൺ ബേസ്ഡ് മെറ്റീരിയൽസ്, ദെൻ ഇലക്ട്രോലൈറ്റ് ഉണ്ട്, സെപ്പറേറ്റർ ഉണ്ട്, കളക്ടർ ഉണ്ട്. സൂപ്പർ കപ്പാസിറ്ററുകൾ ലോങ് സൈക്ലിംഗ് ടൈം, ഹയർ സർവീസ് ലൈഫ് ഉണ്ട്, ഹൈ എഫിഷ്യൻസി, ഹയർ ചാർജിങ് റേറ്റ്സ് ആണ്, ലോ റെസിസ്റ്റൻസ്. ഇതൊക്കെയാണ് നമ്മുടെ സൂപ്പർ കപ്പാസിറ്ററുകളുടെ ഒരു ഗുണം. അതായത് ഓർഡിനറി ബാറ്ററി വെച്ച് നോക്കുമ്പോൾ അവയിൽ കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്കലി ആണ് ആ ഒരു നമ്മുടെ ചാർജിന്റെ സ്റ്റോറേജ് ആൻഡ് ഡിസ്ചാർജ് നടക്കുന്നത്. ഓക്കെ, അടുത്തത് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫുൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, സ്റ്റഡീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഓർഡിനറി കമ്പ്യൂട്ടേഴ്സിൽ നിന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ 10 മടങ്ങ് കാൽക്കുലേഷൻസ് സെക്കൻഡുകൾ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത ഒരു കണ്ടുപിടുത്തം ആണ് ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൽ ബിറ്റ്സിന് പകരം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ക്യൂബിറ്റ്സ് ആണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത്. അതായത് 0, 1 എന്നീ 2 സ്റ്റേറ്റുകളുള്ള ബൈനറി സ്റ്റേറ്റ് ഓർഡിനറി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുമ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടറിൽ അതിൽ കൂടുതൽ 0 to 255 നമ്പേഴ്സിനെ സൈമൾട്ടേനിയസ്ലി റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഉള്ളത്. മെനി കാൽക്കുലേഷൻസ് പാരലലി ചെയ്യാൻ പറ്റും. ദെൻ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, മെറ്റൽസ്, സെമി കണ്ടക്ടേഴ്സ്, ടോപ്പോളജിക്കൽ മെറ്റീരിയൽസ്, ദെൻ അലുമിനിയം, നിയോബിയം, ടൈറ്റാനിയം, നൈട്രൈഡ്സ് ഒക്കെ സൂപ്പർ കണ്ടക്ടിങ് ക്യൂബിറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. സിലിക്കൺ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് ഒക്കെ ക്യൂബിറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ക്വാണ്ടം ഡോട്ട് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഇൻഡിയം ആർസനൈഡ് ആൻഡ് ഗാലിയം ആർസനൈഡ് ഒക്കെ ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ദെൻ സ്പിൻട്രോണിക്സ് അല്ലെങ്കിൽ സ്പിൻ ഇലക്ട്രോണിക്സ്, സ്പിൻ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണിന്റെ ചാർജിനോടൊപ്പം തന്നെ സ്പിൻ ഓഫ് ഇലക്ട്രോണിക്സ് കൂടി യൂസ് ചെയ്ത് ഡേറ്റ സ്റ്റോറേജ്, പ്രോസസ്സിങ്, കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു സ്പിൻട്രോണിക്സ്. ഇലക്ട്രോണിന്റെ സ്പിൻ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ സ്പിന്ന് കൂടി യൂസ് ചെയ്ത് കൂടുതൽ ഡേറ്റ സ്റ്റോറേജിനും കമ്മ്യൂണിക്കേഷനും യൂസ് ചെയ്യുന്നതാണ് സ്പിൻട്രോണിക്സ് എന്ന് പറയുന്നത്. ദെൻ മാഗ്നെറ്റോ റെസിസ്റ്റീവ് എഫക്ട്സ് ഫോർ സെൻസിങ് ആൻഡ് സ്റ്റോറിങ് ഇൻഫർമേഷൻ. ദെൻ ടൈപ്സ് ഓഫ് സ്പിൻട്രോണിക്സ്, മെറ്റൽ ബേസ്ഡ് ഉണ്ട്, ദെൻ സെമി കണ്ടക്ടർ ബേസ്ഡ് ഉണ്ട്, ഗ്രാഫീൻ ബേസ്ഡ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് മൊഡ്യൂളിലുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്.